തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വചനവർഷത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷമാണ്. 4 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം പഠിക്കുക. ഈ സുവിശേഷം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ചില അടിസ്ഥാന കാര്യങ്ങൾ അറിയാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് ആരംഭിക്കുക. സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച്, സാംസ്കാരികമായ, മതപരമായ, രാഷ്ട്രീയമായ കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ സുവിശേഷവും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, സുവിശേഷം രചിക്കപ്പെട്ട രീതിയെക്കുറിച്ച്, ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ അറിയാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്ന് ക്ലാസ് ആരംഭിക്കുകയാണ്. മത്തായി സുവിശേഷം നമുക്കറിയാവുന്നത് പോലെ പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥമാണ്. വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 സുവിശേഷങ്ങളുണ്ട്. കാനോനിക സുവിശേഷങ്ങൾ, കാനോനിക്കൽ ഗോസ്പൽസ് എന്ന് നമ്മെ വിളിക്കുന്നു. പക്ഷെ ഈ 4 സുവിശേഷങ്ങൾക്ക് അപ്പുറത്ത് വേദപുസ്തകത്തിൽ ചേർക്കപ്പെടാത്ത മറ്റനവധി സുവിശേഷ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോക്രിഫൽ ഗോസ്പൽസ് അഥവാ ആ കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് നമ്മെ അവയെ വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ 4 സുവിശേഷങ്ങൾ മാത്രം വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ആദിമ സഭയുടെ അനുഭവത്തില് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെയെല്ലാം ഒരു നിശ്ചിത കാലയളവിൽ സഭകളിൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തില് ക്രൈസ്തവ വിശ്വാസം, ക്രൈസ്തവ ജീവിതത്തിനും അടിസ്ഥാനമാക്കാവുന്ന ഉത്തമമായ 4 ഗ്രന്ഥങ്ങളെയാണ് സഭ അല്ലെ ആദിമ ക്രൈസ്തവര് കാനോനികമായിട്ട് അംഗീകരിച്ച് വേദപുസ്തകത്തിന്റെ ഭാഗമാക്കിയത്. അതിനർത്ഥം മറ്റെല്ലാ സുവിശേഷ ഗ്രന്ഥങ്ങളും അർത്ഥരഹിതമാണെന്നോ കെട്ടുകഥയാണെന്നോ അർത്ഥമില്ല. ഒരു വ്യക്തിയെ സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിനർത്ഥം അവർ മാത്രമേ വിശുദ്ധരുള്ളൂ എന്നല്ല, മറിച്ച് സഭ ഒരു മാതൃകയായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ ജീവിതത്തിന്റെ മാതൃകയായിട്ട് ഈ വ്യക്തികളെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ 4 സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ യേശുവിന്റെ 4 വ്യത്യസ്ത ജീവിതങ്ങളെ നല്ല അർത്ഥമാക്കേണ്ടത് യേശുവിനെ കുറിച്ചുള്ള 4 വ്യത്യസ്തമായ അവതരണ ശൈലികള്. സുവിശേഷം ഒന്നേ ഉള്ളൂ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാചകത്തിൽ കൃത്യമായിട്ട് ലൂക്കാ സുവിശേഷം പറഞ്ഞു വെക്കുന്നുണ്ട്, സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ സത്വാർത്തയാണ് സുവിശേഷം നമ്മൾ വിളിക്കുന്നത്. നമുക്കറിയാം, ഈ 4 സുവിശേഷങ്ങളില് ആദ്യത്തെ 3 സുവിശേഷങ്ങളെ സമാന്തര സുവിശേഷം എന്നോ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നോ നമ്മൾ വിളിക്കുന്നു. കാരണം അവ തമ്മിൽ ഒത്തിരി ബന്ധങ്ങളുണ്ട്. അവയുടെ ഘടനയില്, ദൈവശാസ്ത്രപരമായ ഉള്ളടക്കത്തില്, എന്തിനേറെ വാക്കുകളിൽ പോലും അവ ഏറെ സാമ്യം പുലർത്തുന്നു. പല പണ്ഡിതന്മാരും ഇതിനെ സമാന്തര സുവിശേഷ പ്രശ്നം, ദ പ്രോബ്ലം ഓഫ് സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ പലരും ഇന്ന് ഏറ്റവും ആധുനിക കാലത്ത് പണ്ഡിതന്മാർ പലരും ഇതിനൊരു പ്രശ്നമായിട്ടല്ല കാണുക, മറിച്ച് ഒരു ഫെനോമനൻ, ഒരു പ്രതിഭാസമായിട്ടാണ് കാണുക. കാരണം a problem is something to be solved and we cannot solve this synoptic problem. A phenomenon can be explained
And we can very well explain the synoptic problem, synoptic phenomenon. അതുകൊണ്ട് ഈ 3 സുവിശേഷങ്ങൾ ഒരേപോലെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളില്ല. വ്യത്യസ്തമായ സഭാ സാഹചര്യങ്ങളിൽ രചിക്കപ്പെട്ട സുവിശേഷങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതത്തെ എപ്രകാരമാണ് ഓരോ സഭാ സമൂഹത്തിൽ അവതരിപ്പിച്ചത് എന്നുള്ളതിന്, അത് എപ്രകാരമാണ് വിരചിതമായി എന്നുള്ളതിന് 3 വ്യത്യസ്തമായ സുവിശേഷങ്ങൾ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി ഒന്നിന് പിറകെ മറ്റൊന്ന് എഴുതി എന്നുള്ള ചിന്തയിലാണ് പലപ്പോഴും ഈ സമാന്തര പ്രശ്നം ഉടലെടുക്കുക. സുവിശേഷം രചിക്കപ്പെട്ടതും 4 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം അറിഞ്ഞിട്ടുള്ള രചനയുടെ ആരംഭമല്ല ഈ സുവിശേഷന്മാർ നടത്തിയത്. പിന്നീട് സഭാ സമൂഹങ്ങൾ തമ്മിലുള്ള ഇന്റർ കമ്മ്യൂണിക്കേഷൻ വർദ്ധിച്ചപ്പോഴും ഈ സുവിശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. അവ പരസ്പരം പൂർത്തീകരിക്കപ്പെട്ടു. ഇനി നമുക്ക് മത്തായി സുവിശേഷത്തിന്റെ ആമുഖത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം എന്ന് പറയുമ്പോൾ അപ്പസ്തോലനായ മത്തായി സുവിശേഷം രചിച്ചു എന്നുള്ളതാണ് സഭയുടെ ആദിമ പാരമ്പര്യം. 4 സുവിശേഷകന്മാരില് 2 പേര് മാത്രമാണ് ക്രിസ്തു ശിഷ്യന്മാരായിട്ട് സഭാ പാരമ്പര്യം അവതരിപ്പിക്കുന്നത്, മത്തായിയും യോഹന്നാനും. മത്തായി എന്ന ഹെബ്രായ വാക്കിന്റെ അർത്ഥം ദൈവദാനമെന്ന്. ഏഷ്യ മൈനറിലെ ബിഷപ്പായിരുന്ന പപ്പിയാസ് ആണ് ആദ്യമായിട്ട് ഇത്തരമൊരു സാക്ഷി നൽകിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വചനങ്ങള് അപ്പസ്തോലനായ മത്തായി ആദ്യമായിട്ട് ശേഖരിച്ചു എന്നാണ് പപ്പിയാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-ാം നൂറ്റാണ്ട് സഭാചരിത്രകാരനായ എവ്സബീസിന്റെ സഭാചരിത്രം എന്ന ഗ്രന്ഥത്തിലാണ് ഇക്കാര്യം നമ്മൾ കാണുക. പക്ഷെ 19-ാം നൂറ്റാണ്ടില് വേദപുസ്തകത്തിന്റെ ശാസ്ത്രീയമായ പഠനം ആരംഭിച്ചപ്പോൾ സുവിശേഷങ്ങളുടെ ഘടനയും ലിറ്ററൽ അനാലിസിസും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പുതിയ പണ്ഡിതന്മാർ പറയാൻ തുടങ്ങി മർക്കോസ് ആണ് ആദ്യമായിട്ട് രചിക്കപ്പെട്ട സുവിശേഷമെന്ന്. അതുവരെ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം വരെ സഭ വിശ്വസിച്ചതും പഠിപ്പിച്ചതുമെല്ലാം മത്തായിയാണ് ആദ്യത്തെ സുവിശേഷമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ ഗ്രന്ഥമായിട്ട് മത്തായിയുടെ സുവിശേഷത്തെ വെച്ചിരിക്കുക. മർക്കോസ് ആണ് ആദ്യമായി രചിക്കപ്പെട്ട ഗ്രന്ഥം എന്നുള്ള പഠനം ഭൂരിഭാഗം ആധുനിക പണ്ഡിതന്മാർ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ഇന്ന് വരെയും ഒരു ബൈബിളിലും ഒരു പുതിയ നിയമഗ്രന്ഥത്തിലും ഇതിന്റെ ക്രമം മാറ്റിയിട്ടില്ല എന്നുള്ളത്. ആദ്യം മത്തായിയുടെ സുവിശേഷം, പിന്നെ മർക്കോസിന്റെ സുവിശേഷം, പിന്നെ ലൂക്കായുടെ സുവിശേഷം, പിന്നെ യോഹന്നാന്റെ സുവിശേഷം. എന്തുകൊണ്ടായിരിക്കാം സഭ ഇത്തരത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷത്തെ ആദ്യ സുവിശേഷ ഗ്രന്ഥമായിട്ട്, ആദ്യ പുതിയ നിയമഗ്രന്ഥമായിട്ട് ഇന്നും നിലനിർത്തിയിരിക്കുന്നത്? 3 കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, ഈ ആദിമസഭ മുതലേയുള്ള വിശ്വാസമാണ്. എന്ന് വെച്ചാൽ ക്രിസ്തു ശിഷ്യനായ അപ്പസ്തോലനായ മത്തായി ആദ്യമായിട്ട് യേശുവിന് സുവിശേഷം രചിച്ചു എന്നുള്ള വിശ്വാസം. ഈ വിശ്വാസത്തെ പിന്താങ്ങുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പല പഴയ നിയമ ഉദ്ധരണികൾ, ഓൾഡ് ടെസ്റ്റമെന്റ് കൊട്ടേഷൻസ്, അത് പലതും ഹീബ്രു ബൈബിളിൽ നിന്നുള്ള കൊട്ടേഷൻസ് ആണ്. എന്നാൽ മറ്റു ചില ഭാഗങ്ങളില് ഗ്രീക്ക് സെപ്റ്റജിന്റ് ബൈബിളിൽ നിന്നുള്ള കൊട്ടേഷൻസും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ 2 ബൈബിളും ഉപയോഗിച്ചിരുന്ന, ഹീബ്രു ബൈബിളും സെപ്റ്റജിന്റ് സപ്തതി ബൈബിളും ഉപയോഗിച്ചിരുന്ന 2 സമൂഹങ്ങളുടെയും പശ്ചാത്തലം ഈ സുവിശേഷ രചനയിൽ ഉണ്ട് എന്ന് ചുരുക്കം. രണ്ടാമത്തെ കാരണം, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കൂട്ടിച്ചേർക്കുന്ന ഒരു കണ്ണിയാണ്, ഒരു പാലമാണ് മത്തായി സുവിശേഷം. മത്തായി സുവിശേഷൻ യേശുവിന്റെ ജീവിതത്തെയും പഠനങ്ങളെയും അവതരിപ്പിക്കുന്നത് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ്.
പഴയ നിയമത്തിന്റെ വെളിച്ചത്തില് ക്രിസ്തുവിനെ പുനരവതരിപ്പിക്കുകയാണ് മത്തായി സുവിശേഷകൻ ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, മലയിലെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം എടുത്തു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ നിയമങ്ങളെ എടുത്ത് ശരിയായ രീതിയിൽ പുനർവ്യാഖ്യാനം ചെയ്യുകയാണ് മത്തായി സുവിശേഷത്തിലെ യേശു. എന്തിനേറെ 8-ാം അധ്യായത്തില് മത്തായി സുവിശേഷ ആദ്യ അത്ഭുതം പോലും പഴയ നിയമത്തിന്റെ പുനർവ്യാഖ്യാനമാണ്. കുഷ്ഠരോഗി യേശു അടുക്കൽ വന്ന് പറയുക, എന്നെ സൗഖ്യമാക്കണമെന്നല്ല പറയുക, മറിച്ച് എന്നെ ശുദ്ധിയാക്കാൻ നിനക്ക് കഴിയും. ലേവായുടെ പുസ്തകത്തിൽ ശുദ്ധീകരണ കർമ്മത്തെക്കുറിച്ചുള്ള, കുഷ്ഠരോഗിയെ കുറിച്ചുള്ള വിവരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത്ഭുതം പോലും മത്തായി സുവിശേഷകൻ ആലേഖനം ചെയ്തിരിക്കുക, രചിച്ചിരിക്കുക. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്, പുതിയ നിയമത്തിലുള്ള എല്ലാ ദൈവശാസ്ത്ര ചിന്തകളെയും വെച്ച് നോക്കുമ്പോൾ ഈ പുതിയ നിയമത്തിന് മുഴുവനായിട്ടുള്ള ഒരു ആമുഖ ഗ്രന്ഥമാണ് മത്തായി സുവിശേഷം. മത്തായി സുവിശേഷം നമുക്ക് ക്രിസ്തു വിജ്ഞാനിയുമുണ്ട്, ക്രിസ്റ്റോളജി, സഭാവിജ്ഞാനിയുമുണ്ട്, എക്ലേസിയോളജി, പിന്നെ യുഗാന്ത്യ വിചിന്തനമുണ്ട്, എസ്കത്തോളജി എന്ന് പറയും. യുഗാന്ത്യത്തെ കുറിച്ചുള്ള പഠനങ്ങള്, ക്രിസ്തു ശിഷ്യത്വത്തെ കുറിച്ചുള്ള പഠനങ്ങള്, ഇതെല്ലാം ഈ ദൈവശാസ്ത്ര വിഭാഗങ്ങളെല്ലാം മത്തായി തന്റെ സുവിശേഷത്തില് ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു പക്ഷേ എക്ലേസിയൽ ഗോസ്പൽ എന്ന് വിളിക്കാവുന്ന ഒരേ ഒരു സുവിശേഷം മത്തായിയുടെ സുവിശേഷമാണ്. 16-ാമത്തെ അധ്യായത്തിലും 18-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്ന എക്ലേസിയ, സഭ എന്നുള്ള പദം ഈ 4 സുവിശേഷങ്ങളില് മത്തായി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ യുഗാന്ത ചിന്തയില് അന്ത്യവിധിയുടെ ചിത്രം വരച്ചു വെക്കുന്ന മത്തായി സുവിശേഷകൻ മാത്രമാണ്. അതുകൊണ്ട് സുവിശേഷം യേശുവിനെ കുറിച്ചുള്ള കഥയാണ് എങ്കിൽ അപ്പസ്തല പ്രവർത്തനം മുതലുള്ള ഗ്രന്ഥങ്ങള് സഭയുടെ ചരിത്രമാണ് എങ്കിൽ വെളിപാടിന്റെ പുസ്തകം യുഗാന്ത്യോന്മുഖ പ്രവാചക ചിന്തയിലാണ് എങ്കിൽ ഇതിനെയെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരൊറ്റ സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. ഇനി എന്താണ് മത്തായിയുടെ സുവിശേഷത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന ചില സംഗതികൾ? അപ്പസ്തോലനായ മത്തായി ആയിരിക്കില്ല ഈ സുവിശേഷം രചിച്ചിരിക്കുക. അതിന് പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, ഹീബ്രു ഭാഷയിൽ മത്തായി രചിച്ചു എന്ന് പറയുന്ന ആദ്യ സുവിശേഷത്തിന്റെ കോപ്പികളൊന്നും നമുക്കിന്ന് ലഭ്യമല്ല. ആഴമായ ഭാഷാ വിശകലനത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം മത്തായി അപ്പസ്തോലനായിരിക്കില്ല എഴുതിയിരിക്കാൻ സാധ്യത. മാത്രമല്ല, സുവിശേഷത്തിന്റെ ചില ഭാഗങ്ങളിൽ വളരെ ഉന്നതമായ ദൈവശാസ്ത്ര ചിന്തകളുണ്ട്. ഉദാഹരണത്തിന് സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തുവിൻ എന്നുള്ള ആ മാമോദിസ വചനം, അത് ഒരിക്കലും ആദിമ സഭയുടെ വചനമല്ല. കാരണം പൗലോസ്ലീഹ പോലും യേശു ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ സ്നാനപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വെക്കുക. അതുകൊണ്ട് ത്രിത്വനാമത്തില് മാമോദിസ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഈ വചന ഭാഗം തീർച്ചയായിട്ടും അപ്പസ്തോലനായ മത്തായിയിൽ നിന്ന് വന്നതാകില്ല. ഇറ്റ്സ് എ ലേറ്റർ ലിറ്റർജിക്കൽ തിയോളജിക്കൽ ഡെവലപ്മെന്റ്. അതിനർത്ഥം അപ്പസ്തോലനായ മത്തായി രചിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തുവിനെ നേരിട്ടറിഞ്ഞ അപ്പസ്തോലനായ മത്തായിക്ക് മർക്കോസിനെയോ ലൂക്കാസിനെയോ മറ്റാരെങ്കിലും ആശ്രയിച്ച് സുവിശേഷം എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് പപ്പിയാസ് എന്ന ബിഷപ്പ് പറയുന്ന സാക്ഷ്യം അതിലല്പം സത്യമുണ്ട്. പപ്പിയാസ് ഒരിക്കലും ഇന്നത്തെ രൂപത്തിൽ കാണുന്ന സുവിശേഷം രചിച്ചു എന്ന് പറയുന്നില്ല. യേശുവിന്റെ വചനങ്ങളെ സമാഹരിച്ചു എന്ന് പറയുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ലഭ്യമായ സുവിശേഷം അപ്പസ്തോലനായ മത്തായിയാൽ ആരംഭിച്ച് സഭയുടെ വിവിധ ഘട്ടങ്ങളിൽ പൂർത്തീകരിക്കപ്പെട്ട് ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് ലഭ്യമായ സുവിശേഷമാണ്.
അപ്പസ്തലനായ മത്തായി രചിച്ചത് ഹീബ്രു ഭാഷയിലായിരിക്കാം. അവിടെയാണ് നമ്മൾ ഏറെയും ഹീബ്രു കൊട്ടേഷൻസ്, ഉദ്ധരണികൾ കാണുന്നത്. അത് പിന്നെ സഭയുടെ വളർച്ചയിൽ പിന്നീട് പൂർത്തീകരിച്ചു. ഒരു മത്തായി സ്കൂൾ അല്ലെ മത്തായിയുടെ ശിഷ്യന്മാർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ മത്തായി അപ്പസ്തോലൻ 50കളിൽ സുവിശേഷ രചന ആരംഭിച്ച് അതിനുശേഷം മത്തായിയുടെ സഭയിൽ ഈ സുവിശേഷ പ്രഘോഷം മുന്നോട്ട് പോയപ്പോൾ മറ്റ് പല ഘടകങ്ങളും ചേർത്ത് മത്തായി അപ്പസ്തോലൻ ആരംഭിച്ച സുവിശേഷത്തെ വിപുലീകരിച്ച് പൂർത്തിയാക്കി എന്ന് ചിന്തിച്ചാൽ മതിയാകും. അതുകൊണ്ട് ഈ 3 കാരണങ്ങൾ: ഒന്ന്, സഭാ പാരമ്പര്യം, അപ്പസ്തോലനായ മത്തായിയാണ് ഈ സുവിശേഷം രചിച്ചത് എന്നുള്ളത്. 2, പഴയ നിയമവും പുതിയ നിയമവും കൂട്ടിയിണക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കണ്ണി, ഈ നിയമ ദൈവശാസ്ത്രം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ആമുഖ ഗ്രന്ഥം. ഇതുകൊണ്ടായിരിക്കണം സഭാപിതാക്കന്മാർ മുതൽ ഇന്ന് വരെ ഈ മത്തായിയുടെ സുവിശേഷത്തെ പുതിയ നിയമത്തിലെയും ഈ 4 കാനോനിക സുവിശേഷങ്ങളുടെയും ആദ്യ ഗ്രന്ഥമായി വച്ചിരിക്കുക. ഇനി ഈ സുവിശേഷത്തെ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാർഗമുണ്ട്. അപ്പസ്തോലനായ മത്തായി രചിച്ചു എന്ന് പറയുന്ന ഭാഗമായിരിക്കാം സുവിശേഷത്തിൽ കാണുന്ന 5 പ്രബോധന സമാഹാരങ്ങൾ, 5 ടീച്ചിങ് കളക്ഷൻസ്. അവിടെ കാണുന്ന ഉദ്ധരണികളെല്ലാം തന്നെ ഹെബ്രായ ബൈബിളിൽ നിന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഗിരിപ്രഭാഷണം, മലയിലെ പ്രസംഗത്തില് 5, 6, 7 അധ്യായങ്ങളില് ഈ 5 പ്രബോധനങ്ങളെ നമുക്ക് ഇപ്രകാരം വ്യാഖ്യാനിച്ചെടുക്കാം. ഒന്നാമത്തേത് ഗിരിപ്രഭാഷണം, 5, 6, 7 അധ്യായങ്ങള്. രണ്ടാമത്തേത് പ്രേക്ഷിത പ്രബോധനം, ദ മിഷനറി സെർമൺ. മൂന്നാമത്തേത് 13ാമത്തെ അധ്യായത്തിൽ ഉപമാ പ്രബോധനം. 4ാമത്തേത് 18ാമത്തെ അധ്യായത്തില് സഭാത്മക പ്രബോധനം, എക്ലേസിയോളജിക്കൽ ഡിസ്കോഴ്സ്. പിന്നീട് 24, 25 അധ്യായങ്ങളില് എസ്കത്തോളജിക്കൽ ഡിസ്കോഴ്സ് അഥവാ യുഗാന്ത പ്രബോധനം. ഈ 5 പ്രബോധന സമാഹാരങ്ങൾക്കും പൊതുവായ ഒരു വിഷയമുണ്ട്. അത് യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിന്റെ പ്രവർത്തനങ്ങളുടെയും പഠനങ്ങളുടെയും കേന്ദ്രമായ സ്വർഗരാജ്യം എന്നതാണ്. മറ്റ് സുവിശേഷങ്ങൾ ദൈവരാജ്യം എന്ന് വിളിക്കുമ്പോൾ മത്തായി സുവിശേഷം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് സ്വർഗരാജ്യം എന്നുള്ള പദമാണ്. 4 പ്രാവശ്യം മാത്രമേ ദൈവരാജ്യം എന്നുള്ള പദം മത്തായി സുവിശേഷത്തിൽ കാണുകയുള്ളൂ. എങ്ങനെയാണ് ഈ 5 പ്രബോധന സമാഹാരങ്ങൾ ബന്ധപ്പെട്ടിരിക്കുക ദൈവരാജ്യം എന്നുള്ള വിഷയത്തില്? 5, 6, 7 അധ്യായങ്ങള് സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ട, ഒരു ക്രിസ്തു ശിഷ്യന് വേണ്ട അടിസ്ഥാന നിയമങ്ങളാണ്. ദ ഫണ്ടമെന്റൽ റൂൾസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക ഈ ദൈവരാജ്യം പ്രഘോഷിക്കുന്നവരുണ്ടാകേണ്ട, അല്ലെ പ്രഘോഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രേക്ഷിത നിയമങ്ങളാണ്. ഒരു പ്രേക്ഷിതൻ എപ്രകാരമായിരിക്കണം, അവൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവൻ എന്താണ് പ്രഘോഷിക്കേണ്ടത്, അവന് നേരിടേണ്ട വിപത്തുകൾ എന്തൊക്കെയാണ്, അവന് കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണ്. ഇതാണ് 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. 13ാമത്തെ അധ്യായത്തില് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഉപമകളിലൂടെ യേശു കൊടുക്കുന്ന ഉത്തരമാണ്. ദൈവരാജ്യത്തിന്റെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ. 18ാമത്തെ അധ്യായത്തില് ഈ സഭ എന്ന് പറയുന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ ദൈവരാജ്യത്തിന്റെ സമയത്തിലും കാലത്തിലുമുള്ള ഒരു അവതരണമായിട്ട്, യാഥാർത്ഥ്യമായിട്ട് മത്തായി അവതരിപ്പിക്കുന്നു. ആ സമൂഹത്തില് എപ്രകാരമാണ് സഭാ മക്കള് അല്ലെങ്കിൽ വിശ്വാസികൾ ജീവിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് 18ാമത്തെ അധ്യായത്തിൽ. ഇനി 24, 25 അധ്യായങ്ങളിൽ ഈ ദൈവരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ അവസാന ഘട്ടം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും സംഭവിക്കുക, അവസാനം സഭയ്ക്ക് ശേഷമുള്ള ഈ ദൈവരാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, അവിടെയാണ് അന്ത്യവിധിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുക. ഈ 5 പ്രബോധനങ്ങളും
ഇത്തരത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 5 സമാഹാരങ്ങളെ കേന്ദ്രമാക്കിയാണ് മത്തായിയുടെ സുവിശേഷത്തെ പലതായിട്ട് തിരിച്ചിരിക്കുക. 1, 2, 3, 4 അധ്യായങ്ങള് എ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു ദ ഗോസ്പൽ. അതിൽ തന്നെ 1, 2 അധ്യായങ്ങള് യേശുവിന്റെ ബാല്യകാല വിവരണം എന്ന് പറയും, വിശേഷിപ്പിക്കാം, ഇൻഫൻസി നരേറ്റീവ്. 3, 4 അധ്യായങ്ങളിൽ ദ പ്രിപ്പറേഷൻ ഫോർ ദ മിഷൻ, യേശുവിന്റെ ദൗത്യത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് കാണുക. പിന്നെ ഗിരിപ്രഭാഷണം. അത് കഴിഞ്ഞാൽ 8, 9 അധ്യായങ്ങളിൽ യേശുവിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളെയാണ്, ദ മിറക്കിൾ സ്റ്റോറീസ് ആണ് മത്തായി സുവിശേഷം കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ 10ാമത്തെ അധ്യായത്തിൽ പ്രസംഗം കഴിയുമ്പോൾ 11, 12 അധ്യായങ്ങൾ നമ്മൾ കാണുക യേശുവിനോട് ഈ ദൈവരാജ്യത്തെ പ്രതി ഉയർന്നു വരുന്ന എതിർപ്പുകളും അതിനുള്ള യേശുവിന്റെ മറുപടിയുമാണ്. അത് 11ാമത്തെ അധ്യായം മുതൽ പാഷൻ നരേറ്റീവ് വരെ, യേശുവിന്റെ പീഡാനുഭവ ഭാഗം വരെ തുടർന്നു കൊണ്ടുപോകും. പക്ഷെ ഇവിടെ ഈ മത്തായി ഓരോ ഭാഗത്തും എന്ത് കൃത്യമായിട്ട് അവതരിപ്പിക്കണമെന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. 13ാമത്തെ അധ്യായത്തിൽ ഉപമകൾ കഴിയുമ്പോൾ 14, 15, 16, 17 അധ്യായങ്ങളില് അപ്പസ്തോലന്മാരെ ചേർത്ത് കൊണ്ടുള്ള യേശുവിന്റെ മിഷൻ പ്രവർത്തനങ്ങള്, അപ്പസ്തോലന്മാരെ അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യേശുവിന്റെ പ്രവർത്തനങ്ങള്, അവിടെ ഉയർന്നു വരുന്ന പ്രതിസന്ധികള്, എതിർപ്പുകള്, യേശുവിന്റെ മറുപടികള്, വ്യാഖ്യാനങ്ങള്, ഇതൊക്കെയാണ് അധ്യായങ്ങൾ കാണുക. 18ാം അധ്യായത്തിൽ സഭാത്മക പ്രബോധനത്തിന് ശേഷം 19, 20, 21, 22, 23 അധ്യായങ്ങളില് ഈ എതിർപ്പുകൾ ശക്തമാവുകയും യുഗാന്ത്യത്തെക്കുറിച്ചുള്ള എതിർപ്പുകളും ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് നമ്മൾ കാണുക. 24, 25 അധ്യായങ്ങളില് യുഗാന്ത പ്രബോധനം കഴിയുമ്പോൾ 26, 27, 28 അധ്യായങ്ങളില് ദ പാഷൻ നരേറ്റീവ്, യേശുവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാന വിവരണങ്ങളാണ് കാണുക. ഇങ്ങനെ 28 അധ്യായങ്ങളുള്ള മത്തായി സുവിശേഷത്തിൽ ഇത്തരത്തിലാണ് സഭാ പണ്ഡിതന്മാരും വേദപുസ്തക പണ്ഡിതന്മാരും പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, സുവിശേഷം വായിച്ചു പോകുമ്പോൾ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് ഈ വചനം അല്ലെങ്കിൽ ഈ സംഭവം ഈ സുവിശേഷത്തിൽ എവിടെ വച്ചിരിക്കുന്നു എന്നതിന് നമുക്ക് ഉത്തരം കിട്ടണം. ഇവിടെയാണ് എല്ലാ സുവിശേഷങ്ങൾക്കും വ്യത്യസ്തമായ ചില ദൈവശാസ്ത്ര അടിസ്ഥാനങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളത്. അത് മനസ്സിലാക്കിയില്ല എങ്കിൽ സുവിശേഷത്തെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ ഓരോ സുവിശേഷകന്റെയും ദൈവശാസ്ത്രപരമായ ലക്ഷ്യത്തിന് വേണ്ടി അവൻ ഈ സുവിശേഷം അവതരിപ്പിക്കുമ്പോൾ അതിനനുയോജ്യമായ വാക്കുകളും സംഭവങ്ങളും മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും, യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുക എന്നതായിരുന്നില്ല ഒരു സുവിശേഷകന്റെയും ലക്ഷ്യം. മറിച്ച് യേശുവിനെ കുറിച്ച് എന്താണോ സുവിശേഷകൻ പറയാൻ ആഗ്രഹിച്ചത് തന്റെ വിശ്വാസ സമൂഹത്തോട്, അതാണ് സുവിശേഷന്മാർ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ചിരിക്കുക. ഇനി നമുക്ക് 2ാമത്തെ ഭാഗത്തേക്ക് പോകാം. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിന് തന്നെ ആമുഖമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3, 4 അധ്യായങ്ങളിലാണ് സുവിശേഷത്തിന്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ സുവിശേഷം പറഞ്ഞു വെക്കുക. നമ്മൾ കണ്ടതുപോലെ തന്നെ 1, 2 അധ്യായങ്ങൾ യേശുവിന്റെ ബാല്യകാല വിവരണമാണ്. യേശുവിന്റെ വംശാവലി, യേശുവിന്റെ ജനനം, ശിശുവായ യേശുവിന്റെ ചരിത്രം. 3, 4 അധ്യായങ്ങൾ യേശുവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ദൗത്യത്തിനുള്ള ഒരുക്കമാണ്. ദ പ്രിപ്പറേഷൻ ഫോർ ദ മിഷൻ ഓഫ് ജീസസ്. അവിടെ നമ്മൾ സ്നാപക യോഹന്നാനെ കാണുന്നു. സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുന്ന യേശുവിനെ കാണുന്നു. യേശുവിന്റെ പ്രലോഭനങ്ങൾ കാണുന്നു.
അതിനുശേഷം ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പായി ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. അവസാനം 4-ാമത്തെ അധ്യായത്തില് യേശുവിന്റെ പ്രവർത്തനങ്ങളുടെ സമ്മറി സ്റ്റേറ്റ്മെന്റ്, ഒരു സംഗ്രഹം നമ്മൾ കാണുന്നു. ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ചും പഠിപ്പിച്ചും ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗികളെ സൗഖ്യമാക്കിയും അവൻ ചുറ്റി നടന്നു. ഇത് 9-ാമത്തെ അധ്യായത്തില് 35-ാമത്തെ വാചകങ്ങൾ കാണും. അതുകൊണ്ട് ഈ 4 അധ്യായങ്ങളാണ് സുവിശേഷത്തിന് ആമുഖം എന്ന് പറയുക, an introduction of the gospel. നമുക്ക് 1-ാമത്തെ വാചകത്തിലേക്ക് പോകാം. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. ഇതാണ് മത്തായി സുവിശേഷകൻ തന്റെ ജനത്തോട് പറയാൻ ആഗ്രഹിച്ച കാര്യം. യേശുവിനെ കുറിച്ച് എന്താണ് മത്തായി സുവിശേഷകൻ തന്റെ സുവിശേഷത്തെ പറഞ്ഞു വെക്കാൻ പോകുന്ന കാര്യം? 3 കാര്യങ്ങൾ. 1, യേശു ക്രിസ്തുവാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ക്രിസ്റ്റോളജിയുടെ മർമ്മം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ച യേശു ദൈവപുത്രനാണ്, ദൈവമാണ് എന്നുള്ളതാണ്. നമ്മൾ ഈശോ മിശിഹ, യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നടത്തുന്ന ഈ വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മൾ പലപ്പോഴും അത് ഓർക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ പ്രാവശ്യവും യേശു ക്രിസ്തു, ഈശോ മിശിഹ എന്ന നാമം ഉച്ചരിക്കുമ്പോൾ ആ പൂർണ്ണമായ വിശ്വാസമാണ് ഞാൻ ഏറ്റു പറയുന്നത്. ആ വിശ്വാസത്തിന്റെ പശ്ചാത്തലമാണ് മത്തായി പറഞ്ഞ മറ്റു 2 കാര്യങ്ങള്. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ. എന്തുകൊണ്ടാണ് അബ്രാഹത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുക? പഴയ നിയമത്തില് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറുന്നത് യേശുവിലാണ് എന്ന് സ്ഥാപിക്കാനാണ്. മോണോതേയിസ്റ്റിക് റിലീജിയന് പൊതുവായിട്ടുള്ളൊരു പിതാവാണ് അബ്രാഹം, വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവപുത്രൻ, രക്ഷകൻ യഹൂദ വംശത്തിൽപ്പെട്ടവനാണ്, നമ്മുടെ വംശത്തിൽപ്പെട്ടവനാണ്. 2-ാമത്തെ എന്താണ്? ദാവീദിന്റെ പുത്രൻ. സുവിശേഷങ്ങളില് ഒരിടത്ത് ഒഴികെ മറ്റെല്ലായിടത്തും ദാവീദിന്റെ പുത്രൻ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട്. 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ മാത്രമാണ് ദാവീദിന്റെ പുത്രൻ എന്നുള്ള പദം ജോസഫിനെ ഉദ്ദേശിച്ച് ഉപയോഗിച്ചിരിക്കുക. ദേവദൂതൻ പറയും, ദാവീദിന്റെ പുത്രനായ ജോസഫ്. ആ ഒരു ഭാഗം ഒഴികെ മറ്റെല്ലായിടത്തും യേശുവിനെ സൂചിപ്പിക്കാനാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുക. ഇനി നമ്മൾ പലപ്പോഴും ഈ വേദപുസ്തകം വായിക്കുമ്പോഴും ലിറ്ററേച്ചറിലും ഗാനങ്ങളിലും ഒക്കെ യേശുവിനെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു ചോദ്യം അന്നത്തെ യഹൂദരും ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ദാവീദിന്റെ കാലത്തിന് ശേഷം ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനിച്ച യേശു ദാവീദിന്റെ പുത്രനാകുന്നത് എന്ന്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം യേശു പിന്നീട് കൊടുക്കുന്നുണ്ട് 22-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാന ഭാഗത്ത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതുകൊണ്ട് 1-ാമത്തെ വാക്യത്തില് അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും യഹൂദ വംശത്തിൽ ജനിച്ച ദാവീദിന്റെ പുത്രനായ അബ്രാഹത്തിനും ദാവീദിനും ദൈവം കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കുന്ന യേശു ആണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം, ജീനിയോളജി എന്ന് പറയുന്നത് തൊട്ടടുത്തൊരു ഭാഗമാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഗനേസെയോസ് എന്നുള്ള ഗ്രീക്ക് പദം, അതിൽ നിന്നാണ് ഈ ജീനിയോളജി എന്നുള്ള പദം വരിക, വംശാവലി. ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് എന്താണ്? ഉൽപ്പത്തി എന്നാണ്, ജനസിസ്. ആ മൂലത്തിൽ നിന്ന് തന്നെയാണ് ഈ വംശാവലി ഗ്രന്ഥം എന്നുള്ള വാക്കും വരിക. An account of genealogy of Jesus, അല്ലെ ബുക്ക് ഓഫ് ജീനിയോളജി ഓഫ് ജീസസ് എന്ന് വെച്ചാൽ 2-ാമത്തെ ഉൽപ്പത്തിയാണ് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുക. ഇതിന് തത്തുല്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു.
NRK എന്നാണ് ഗ്രീക്ക്. പക്ഷെ ഇവിടെ മത്തായി ഉപയോഗിച്ചിരിക്കുന്നത് ജനസിസ് എന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് മൂലത്തിൽ നിന്ന്. യേശു ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിൽ ആരംഭിക്കുന്നത് രണ്ടാമത്തെ ഒരു പുനർസൃഷ്ടിയാണ്, രണ്ടാമത്തെ ഒരു ഉൽപ്പത്തിയാണ്. ഇനി രണ്ടാമത്തെ വാചകം നമ്മൾ കാണുക ഈ വംശാവലിയാണ്. യേശുവിനെ ഒരു ചരിത്രത്തില് അവതരിപ്പിക്കുകയാണ്. അബ്രാഹം മുതൽ യേശു വരെയുള്ള തലമുറകളെയാണ് മത്തായി സുവിശേഷം അവതരിപ്പിച്ചിരിക്കുക. ഇതിന് തുല്യമായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഒരു വംശാവലിയുണ്ട്. അവിടെ യേശുവിൽ നിന്ന് ആരംഭിച്ച് ആദം വരെ പോകുന്ന, പിറകോട്ട് പോകുന്ന ഒരു വംശാവലിയാണ് ലൂക്ക അവതരിപ്പിച്ചിരിക്കുക. മത്തായി സുവിശേഷകൻ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ വംശാവലി അവതരിപ്പിക്കുമ്പോൾ അതിന് 3 ഭാഗമായിട്ട് തിരിക്കുന്നു. 14 തലമുറകളായിട്ട് തിരിച്ചിട്ടാണ് പറയുക. നിങ്ങൾ കൃത്യമായിട്ട് എണ്ണി നോക്കിയാൽ ഈ 14 എന്നുള്ള കണക്ക് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം 2 പേരുടെ കുറവുണ്ടാകും. അതിന് കാരണം ആദ്യത്തെ 14 എന്ന് പറയുന്നതിൽ അവസാനത്തെ കണ്ണിയെ രണ്ടാമത്തെ 14ന്റെ ആദ്യത്തെ കണ്ണിയായി വെച്ചാൽ മാത്രമേ ഈ 14 എന്ന് പറയുന്ന 3 ഗണങ്ങളെ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാവുകയുള്ളൂ. എന്താണ് ഈ വംശാവലിയുടെ പ്രത്യേകത? ഈ 14 എന്ന് പറയുന്നത് ദാവീദ് എന്നുള്ള വാക്കിന് ഹെബ്രായ പദത്തിലുള്ള സംഖ്യയാണ്. ഹീബ്രു അക്ഷരമാലയില് ഈ ദാവീദ് എന്നുള്ള 3 അക്ഷരങ്ങൾ ചേർത്താൽ കിട്ടുന്ന സംഖ്യ 14. അവയുടെ എന്ന് വെച്ചാൽ അക്ഷരമല്ല, അക്ഷരങ്ങളുടെ സംഖ്യ മൂല്യം കൂട്ടിക്കിട്ടുന്നതാണ് ദാവീദ്. എന്ന് വെച്ചാൽ ഒരു ഡേവിഡിക് സെൻട്രൽ ആയിട്ടുള്ള, ദാവീദിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വംശാവലി മേത്ത് അവതരിപ്പിക്കുന്നതിന് കാരണം യഹൂദജനം എന്നും പ്രതീക്ഷിച്ചിരുന്നത് ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കും, രക്ഷകനായിട്ട്. അതുകൊണ്ട് പഴയ നിയമ രാജാക്കന്മാരിലും പ്രവാചകന്മാരിലും ദാവീദ് എന്നുള്ള വ്യക്തി ബൈബിളിന്റെ അവസാനം വരെയും നിറഞ്ഞു നിൽക്കും. കാരണം ആ ദാവീദിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്ര മുഴുവൻ പോവുക. കാരണം പ്രതീക്ഷയുടെ ചരിത്രമാണ് ദാവീദിന്റെ പുത്രനിൽ അവർ വെച്ച് പുലർത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഈ 14 എന്ന വാക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രക്ഷാകര ചരിത്രത്തെ, പഴയ നിയമ ചരിത്രത്തെ മത്തായി സുവിശേഷകൻ 3 ഗണമായിട്ട് തിരിച്ചിരിക്കുക. ഈ വംശാവലി അവസാനത്തെ ഭാഗത്ത് വരുമ്പോൾ അതുവരെ അനുവർത്തിച്ചിരുന്ന ശൈലിയിൽ നിന്ന് മത്തായി സുവിശേഷം മാറ്റം വരുത്തുന്നുണ്ട്. 2-ാമത്തെ വാചകം നോക്കിയാൽ അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു, ഇസഹാക്ക് യാക്കോബിന്റെയും യൂദയുടെ സഹോദരന്റെ പിതാവായിരുന്നു. ഇങ്ങനെ പിതാവിൽ നിന്ന് പുത്രൻ. പക്ഷെ അവസാനത്തെ ഭാഗം വരുമ്പോൾ പുസ്തകങ്ങളൊക്കെ നോക്കാവുന്നതാണ്. 16-ാമത്തെ വാചകം നോക്കുക. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ലൂക്കായുടെ സുവിശേഷത്തില് ജോസഫിന്റെ പിതാവ് ഹേലിയാണ്. മത്തായി സുവിശേഷകൻ ഇവിടെ യാക്കോബ് എന്നാണ് ജോസഫിന്റെ പിതാവിനെ വിളിക്കുന്നത്. ഒരുപക്ഷെ പൂർവ്വപിതാവായ യാക്കോബിന്റെ ചരിത്രവുമായിട്ട് ഈ പൂർവ്വപിതാവായ ജോസഫിന്റെ ചരിത്രവുമായിട്ട് ഈ ജോസഫിനെ ബന്ധിപ്പിക്കുന്നത് കൊണ്ടാകാം. ഇവിടെ ഈ ജോസഫിനെയും യേശുവിനെയും നേരിട്ട് മത്തായി സുവിശേഷകൻ ബന്ധിപ്പിക്കുന്നില്ല. മറിച്ച് മറിയത്തിന്റെ ഒരു കണക്ഷനിലൂടെയാണ് ജോസഫിന്റെ പുത്രനായിട്ട് യേശു അവതരിപ്പിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ജോസഫിന്റെ നേരിട്ടുള്ള പുത്രനാണ് യേശു എന്ന് മത്തായി സുവിശേഷം ഒരിക്കലും അവതരിപ്പിക്കുന്നില്ല. 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം, ശിശുവിന്റെ അപകടഘട്ടങ്ങളില് അവൻ ശിശുവിനെയും അവന്റെ അമ്മയായ മറിയത്തെയും എന്ന് അവതരിപ്പിക്കും. ജോസഫിനെ സ്വന്തം പുത്രനെയും സ്വന്തം ഭാര്യയും എന്നല്ല പറയുക, ശിശുവിനെയും അവന്റെ അമ്മയായ മറിയത്തെയും. ഒരു ഡിസ്റ്റൻസ്
ജോസഫും യേശുവും തമ്മിലുള്ള ബന്ധത്തിൽ മത്തായി സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരിത്രത്തിൽ കാണുന്ന, പഴയ നിയമത്തിൽ കാണുന്ന എല്ലാ വംശാവലികളും അവതരിപ്പിക്കുക എന്നുള്ളതല്ല, അബ്രാഹത്തിൽ നിന്ന് ആരംഭിക്കുന്ന വംശാവലി യേശുവില് ദാവീദ് കേന്ദ്രീകൃതമായിട്ട് എങ്ങനെ വന്നു നിൽക്കുന്നെന്ന് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പഴയ എല്ലാ തലമുറകളെയും മത്തായി സുവിശേഷം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കരുത്. മത്തായിക്കുള്ള ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, യേശുവിനെ ദാവീദിന്റെ പുത്രനായിട്ട് അവതരിപ്പിക്കുക. അത് സംഭവിക്കുന്നത് യാക്കോബിന്റെ പുത്രനായ ജോസഫിന്റെ ജോസഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്, മറിയത്തിന്റെ ഒരു കണക്ഷനിൽ. അതല്ല എങ്കിൽ യേശുവിന് നേരിട്ട് ജോസഫുമായിട്ട് ബന്ധമില്ല. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് സാധിക്കും, സത്യത്തില് ദാവീദിന്റെ വംശത്തിൽ ജനിച്ചത് യേശുവല്ല, ജോസഫാണ്. പക്ഷെ ദാവീദിന്റെ വംശവുമായിട്ട് യേശുവിനെ ബന്ധിപ്പിക്കുന്നു ദൈവശാസ്ത്രപരമായിട്ട് മറിയത്തിലൂടെ. ഇനി 18-ാമത്തെ വാക്യം മുതൽ 2-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് വരെ 5 സംഭവങ്ങളാണ് മത്തായി അവതരിപ്പിക്കുന്നത്. ഈ 5 സംഭവങ്ങളും ഒരേ പാറ്റേണിലാണ്, ഒരേ ക്രമത്തിലാണ് അവതരിപ്പിക്കുക. ഈ 5 സംഭവങ്ങൾക്കുള്ള പൊതുവായ ഘടകങ്ങൾ, ഒന്ന്, ഒരു സ്ഥലനാമം ഇതിനകത്തുണ്ട്. അതിനോട് ബന്ധപ്പെട്ട ഒരു പഴയ നിയമ കൊട്ടേഷൻ ഉദ്ധരണിയുണ്ട്. ഈ ഉദ്ധരണി നിറവേറുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും എലമെന്റ്സ്, ഘടകങ്ങൾ ഈ 5 സംഭവങ്ങൾക്കുമുണ്ട്. യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന ഭാഗം 18-ാമത്തെ വാക്യം മുതൽ നമുക്കറിയാം, ജോസഫ് കേന്ദ്രീകൃതമായിട്ടാണ് മത്തായിയുടെ ബാല്യകാല വിവരണം പോവുക. ലൂക്കായുടെ സുവിശേഷത്തിലെ മറിയമാണ് ബാല്യകാല വിവരണത്തിന്റെ കേന്ദ്രം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇവിടെ 1-2 കാര്യങ്ങൾ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവദൂതനിൽ നിന്ന് കിട്ടുന്ന അരുളപ്പാട്, വാക്കുകള് ജോസഫ് ഒരിക്കലും ഒരു എതിർപ്പും കൂടാതെ സ്വീകരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തില് മറിയമിന് ചോദ്യം ചോദിക്കുന്നുണ്ട് എങ്കിലും അതുപോലും ചോദിക്കാത്ത ജോസഫ് നിശബ്ദനായിട്ട് ദൈവിക പദ്ധതിയെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നു. 2 പേരുകളാണ് യേശുവിന് കൊടുക്കേണ്ടത്, ഇമ്മാനുവൽ, ജീസസ്, യേശു. ഇമ്മാനുവൽ എന്നുള്ളത് ദ എക്സിസ്റ്റൻഷ്യൽ ഓണ്ടോളജിക്കൽ നെയിം ഓഫ് ജീസസ്. യേശു ആരാണ് അവനിൽ തന്നെ. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് മത്തായി അവതരിപ്പിക്കുക. ഏശയ്യായുടെ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്ന ഈ ഇമ്മാനുവൽ പ്രവചനമാണ് യേശുവിനോട് അവതരിപ്പിക്കുക. രണ്ടാമത്തെ, യേശു എന്താണ് ചെയ്യാൻ പോകുന്നത്? ദ മിഷനറി നെയിം ഓഫ് ജീസസ്. അവൻ തന്റെ ജനത്തോടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് യേശു ആരാണ്, യേശു എന്ത് ചെയ്യാനാണ് വന്നിരിക്കുക, യേശുവിന്റെ ദൗത്യം എന്താണ്? ഈ 2 കാര്യങ്ങളുമാണ് ഈ 2 പേരുകളിലൂടെ മത്തായി സുവിശേഷം വായനക്കാരൻ അവതരിപ്പിച്ചു കൊടുക്കുക. തന്റെ ജനത്തോടെ പാപങ്ങൾ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ കണ്ട വംശാവലിയിലുള്ള എല്ലാവരും വിശുദ്ധരൊന്നുമല്ല. എന്ന് വെച്ചാൽ യേശുവിന്റെ കുടുംബം, വംശം എന്ന് പറയുന്നത് ഈ പാപികളെ കൂടി ഉൾക്കൊള്ളുന്ന മുമ്പോട്ടും പിറകോട്ടും. അതുകൊണ്ട് യേശുവിൽ നിറവേറാൻ പോകുന്ന രക്ഷാകർമ്മത്തിന്റെ ഫലങ്ങള് ഈ പിൻതലമുറയ്ക്കും മുൻ തലമുറയ്ക്കും ഉള്ളത്. ഇവിടെ നമ്മൾ കാര്യം ഓർക്കണം, ഈ വംശാവലിയില് 4 സ്ത്രീ നാമങ്ങളുണ്ട്. അത് സാറായോ റബേക്കയോ ഒന്നുമല്ല. പഴയ നിയമത്തിൽ അത്രയധികം പ്രശസ്തിയില്ലാത്ത, നല്ല ചിത്രമില്ലാത്ത സ്ത്രീകളാണ്. താമാർ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ താമാർ, റൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന റൂത്ത്, ജോഷയുടെ പുസ്തകത്തിൽ കാണുന്ന രാഹാബ് എന്ന വേശ്യ, സാമുവേൽ പുസ്തകത്തിൽ കാണുന്ന ബേർശബ, പേരുവിടിയില്ല എങ്കിലും ഇവരെല്ലാം രക്ഷാകര ചരിത്രത്തില് തങ്ങളുടെ എല്ലാ കുറവുകളോടും കൂടി ദൈവത്തിന്റെ കാഴ്ചപ്പാടില് പോസിറ്റീവായിട്ടുള്ള ചില കർമ്മങ്ങൾ നിർവഹിച്ചവരാണ്.
രക്ഷാകര ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പോസിറ്റീവായിട്ട് ഇടപെട്ട വ്യക്തിയാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്റെ ജനത്തോട് പാപങ്ങളിൽ രക്ഷിക്കുമെന്ന് പറയുമ്പോഴും യേശു വന്നിരിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും യഹൂദരെയും വിജാതീയരെയും എല്ലാ കാലത്തും എല്ലാ ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുമ്പോൾ മത്തായി സുവിശേഷം പ്രത്യേകമായിട്ട് പറയും, യേശുവിന്റെ വാക്കുകളിൽ, നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ എന്ന്. യഹൂദരെ മാത്രമല്ല, സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഇനി രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗം മാത്രം നമ്മൾ എടുക്കുകയാണ്, ജ്ഞാനികളുടെ സന്ദർശനം. ചിലപ്പോൾ പൂജാ രാജാക്കന്മാരെന്ന് വിളിക്കും, ചിലപ്പോൾ ജ്ഞാനികളെന്ന് വിളിക്കും. എല്ലാവിധത്തിലും ഒരു പേർഷ്യൻ റോയൽ ഫാമിലിയിൽപ്പെട്ട വ്യക്തികൾ. 3 പൂജാ രാജാക്കന്മാർ എന്നുള്ളത് സുവിശേഷത്തിലുള്ള കാര്യമല്ല. അവർ സമർപ്പിച്ച ആ കാഴ്ച വസ്തുക്കളുടെ എണ്ണത്തിന്റെ പേരിൽ നമ്മൾ ഊഹിച്ചെടുക്കുന്നതാണ് 3 പേരുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നീട് വന്ന ലിറ്ററേച്ചറിലാണ് ഇവർക്ക് പേരുകൾ കൊടുത്തത്. അതുകൊണ്ട് ഈ പൂജാ രാജാക്കന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതിന് തുല്യമായിട്ട് ലൂക്കയുടെ സുവിശേഷം നമ്മൾ കാണുക ആട്ടിടയന്മാരുടെ സന്ദർശനമാണ്. എന്താണ് ഇതിന്റെ ഉള്ളടക്കം? യേശു ജനിച്ചെന്ന് കേട്ടപ്പോൾ ഹെരോദസും യഹൂദ ജനവും എല്ലാം അസ്വസ്ഥരാകുന്നു. വിജാതീയരായ യേശുവിനെ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്തവര് ഒരു നക്ഷത്രത്തിന്റെ അടയാളം മനസ്സിലാക്കി യേശുവിനെ വന്ന് കണ്ട് ആരാധിച്ച് തിരിച്ചു പോകുന്നു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റൊരു വഴിയെ തിരിച്ചു പോകുന്നു. കാരണം ആ മറ്റൊരു വഴി തിരിച്ചു പോയില്ല എങ്കിൽ യേശുവിന്റെ ജീവിതവും തങ്ങൾക്ക് കിട്ടിയ ക്രിസ്തു അനുഭവവും നഷ്ടപ്പെടാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ അവതരിപ്പിച്ചു വെക്കുക. ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. യഹൂദർക്കാണ് എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ ഒരുക്കങ്ങളും ലഭിച്ചത്. പക്ഷേ രക്ഷകൻ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അത് അവരില് ഹെരോദസിലും ജെറുസലേം നിവാസികളും ഉണ്ടാക്കിയത് അസ്വസ്ഥതയാണ്. അതേസമയം വിജാതീയരാണ് യേശുവിനെ സ്വീകരിക്കുന്നത്. ക്രിസ്തു എവിടെയാണ് കൃത്യമായിട്ട് ജനിക്കുക എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടാ, യഹൂദ മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടാ. ഇവിടെ നേച്ചറൽ റെവലേഷൻ കിട്ടിയ അറിവ് പോരാ ജ്ഞാനികൾക്ക്, മറിച്ച് ദൈവത്തിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ റെവലേഷൻ കിട്ടുന്ന വെളിപാടിൽ നിന്ന് കിട്ടുന്ന അറിവ് വേണ്ടി വന്നു ക്രിസ്തു എവിടെയായിരിക്കും കൃത്യമായിട്ട് ജനിക്കുക മനസ്സിലാക്കാൻ. മറ്റുള്ള ഭാഗങ്ങൾ ഞാൻ വിട്ടുകളയുന്നു. 3-ാമത്തെ അധ്യായം നമുക്ക് കാണുന്നത് യോഹന്നാനാണ്. യോഹന്നാൻ എന്ന് പറയുന്നത് പഴയ നിയമചരിത്രത്തിന്റെ ഭാഗമല്ല. കാരണം പഴയ തെങ്ങും സ്നാപയോഹന്നാനെ കുറിച്ച് പരാമർശമുണ്ട്. പക്ഷെ യഹൂദ ചരിത്രത്തിലെ അവസാനത്തെ പ്രവാചകനാണ് സ്നാപയോഹന്നാൻ. പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥവും പുതിയ നിയമത്തിലെ ആദ്യത്തെ ഗ്രന്ഥവും തമ്മിൽ ഏകദേശം 100 വർഷത്തെ ഒരു വ്യത്യാസമുണ്ട്. ദ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് പറയാവുന്നത്. അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളോ ചരിത്രങ്ങളോ ഒന്നും വേദപുസ്തകത്തിലില്ല. ആ കാലഘട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് സ്നാപയോഹന്നാൻ. ഇവിടെ സ്നാപയോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുക വരാനിരിക്കുന്ന ഏരിയയായിട്ടാണ്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥമായ മലാക്കിയുടെ പുസ്തകത്തില് രക്ഷയുടെ കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഏലിയ വീണ്ടും വന്ന് എല്ലാം പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വരാനിരിക്കുന്ന ഏലിയായിട്ടാണ് സ്നാപയോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുക. അവിടെ രാജാക്കന്മാരുടെ പുസ്തകത്തില് ഏലിയയുടെ വസ്ത്രധാരണ രീതി, ഭക്ഷണ രീതി എന്തായിരുന്നുവോ അതെല്ലാം സ്നാപയോഹന്നാനിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് മത്തായി സുവിശേഷം മുന്നോട്ട് പോവുക. 4 അധ്യായങ്ങളിലാണ് സ്നാപയോഹന്നാനെ കുറിച്ചുള്ള വിവരണങ്ങളുള്ളത്. 1 ഇവിടെ 3-ാമത്തെ അധ്യായം, 2 11-ാമത്തെ അധ്യായത്തില് സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിന്റെ എതിർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, സംശയം തീർക്കുന്നത്. 14-ാമത്തെ അധ്യായത്തിൽ സ്നാപയോഹന്നാന്റെ മരണം. 17-ാമത്തെ അധ്യായത്തില് രൂപാന്തരീകരണ സംഭവത്തിന് ശേഷം ഈ ഏലിയ ആരാണ് എന്ന് യേശു വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. അവിടെ 17-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് മനസ്സിലാകും ഏലിയയെ കുറിച്ച് യേശു പറഞ്ഞതെല്ലാം സ്നാപയോഹന്നാനെ കുറിച്ചാണ് എന്ന്.
അതുകൊണ്ട് യേശുവിനുള്ള വഴികാട്ടിയാണ് സ്നാപയോഹന്നാൻ. ആ സ്നാപയോഹന്നാൻ ഇന്ന് മാമോദിസ സ്വീകരിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിൽ മാത്രമേ ഒരു നീണ്ട ഡയലോഗ് ഉള്ളൂ യേശുവും സ്നാപയോഹന്നാനും തമ്മിൽ. ഒരു പക്ഷേ മത്തായിയുടെ സഭയിൽ മാമോദിസ സ്വീകരിക്കാതെ വിശ്വാസികളാൻ ശ്രമിച്ച വ്യക്തി ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെയും സുവിശേഷത്തിന്റെ അവസാനത്തിലും മാമോദിസ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആയിട്ട് സുവിശേഷൻ അവതരിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കാണുക യേശു മരുഭൂമിയിൽ പോയി പരീക്ഷകളെല്ലാം അതിജീവിച്ച് തന്റെ ദൗത്യം ആരംഭിക്കുന്നതാണ്. ഇവിടെ ഓർക്കണം, സാത്താന് പോലും ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കും. ഇവിടെ നിയമ ആവർത്തന പുസ്തകത്തിലുള്ള തിരുവചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും ഉദ്ധരിച്ചുകൊണ്ടുമാണ് ദൈവവചനത്തിന്റെ ശക്തിയാലാണ് യേശു തനിക്ക് നേരിട്ട എതിർപ്പുകളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കുകയും ജയിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ദൗത്യം ആരംഭിക്കുന്നു, അതിന്റെ പശ്ചാത്തലം വിവരിക്കുന്നു. പിന്നീട് ആദ്യത്തെ 4 ശിഷ്യന്മാരുടെ വിളിയാണ് കാണുക, ടു പേയേഴ്സ് ഓഫ് ബ്രദേഴ്സ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴും വിശദമായിട്ട് കാണാവുന്നതാണ്. പിന്നീട് യേശുവിന്റെ ദൗത്യത്തിന്റെ സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കാണുക. 4-ാമത്തെ അധ്യായത്തിൽ തുറന്നു നോക്കുക. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. എൻ ഇറ്റിനറന്റ് മിഷനറി. ഒരു ഓഫീസ് തുറന്ന് ബോർഡ് വെച്ച് സേവനം നൽകാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എന്ന് വെച്ചാൽ താൻ ജീവിക്കുന്ന ആ സ്ഥലം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് 3 കാര്യങ്ങളാണ് യേശു ചെയ്യുക. 1, പഠിപ്പിച്ചു, ദ ടീച്ചിങ് മിഷൻ. പ്രസംഗിച്ചു, ദ പ്രീച്ചിങ് മിഷൻ. സൗഖ്യമാക്കി, ദ ഹീലിംഗ് മിഷൻ. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ ടീച്ചിങ് മിഷനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. യേശു അവിടെ പ്രസംഗിച്ചു പോയി എന്ന് മാത്രമല്ല കാണാൻ, യേശു പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ 5 പ്രബോധന സമാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ there are 5 teaching collections. അത് വെറുതെ ഒരു പ്രൊക്ലമേഷൻ അല്ല. ദൈവരാജ്യം സമാഗതമായി എന്ന് പറയുന്നത് ഒരു പ്രൊക്ലമേഷനാണ്. അതിനേക്കാൾ കുറച്ചുകൂടി ആഴത്തില് തന്റെ ശിഷ്യരെ യേശു പഠിപ്പിക്കുന്നതാണ് ഈ പ്രബോധന സമാഹാരങ്ങൾ. ഈ പ്രഘോഷണവും സൗഖ്യ ശുശ്രൂഷയും 10-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് കൈമാറി കൊടുക്കുന്നുണ്ടെങ്കിലും ടീച്ചിങ് അതോറിറ്റി യേശു ഉത്ഥാനത്തിന് ശേഷം 28-ാമത്തെ അധ്യായത്തിൽ മാത്രമാണ് ശിഷ്യന്മാർക്ക് കൈമാറി കൊടുക്കുക. അതിനർത്ഥം യേശുവിനെ സംബന്ധിച്ച്, മത്തായി സുവിശേഷം സംബന്ധിച്ച് യേശുവിന്റെ ഈ പഠന ദൗത്യം, ദ ടീച്ചിങ് അതോറിറ്റി, ടീച്ചിങ് മിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതിനു മുമ്പ് ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ അവർ കൃത്യമായിട്ട് ഇനിയും യേശുവിനെയോ യേശുവിന്റെ മൂല്യങ്ങളെയോ യേശുവിന്റെ പഠനത്തെയോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് യേശു ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഉത്ഥാനത്തിന് ശേഷം മാത്രമാണ് യേശു ഈ ടീച്ചിങ് അതോറിറ്റി ശിഷ്യന്മാർക്ക് കൈമാറുക. ഇത്രയും കാര്യങ്ങളാണ് സുവിശേഷത്തിന്റെ ആമുഖമായ 4 അധ്യായങ്ങൾ നമ്മൾ കാണുക. നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ, 1 സുവിശേഷത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുവായിട്ടുള്ളതും മത്തായിയുടെ സുവിശേഷത്തെ കുറിച്ച് പൊതുവായിട്ടുള്ളതും. മത്തായിയുടെ സുവിശേഷമാണ് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ആദ്യ ഗ്രന്ഥം. കാനോനിക സുവിശേഷങ്ങളിലെ ആദ്യ സുവിശേഷം. അതിനുള്ള 3 കാരണങ്ങൾ. ഇനി അതിന്റെ ഘടന എന്താണ്? അതിനുശേഷം സുവിശേഷത്തിന്റെ ആമുഖം, ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഗോസ്പൽ. 4 അധ്യായങ്ങൾ. ആ 4 അധ്യായങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വ്യാഖ്യാനിച്ചു പോയി. എന്തൊക്കെയാണ് ഈ 4 അധ്യായങ്ങൾ കാണുന്നത് പ്രധാനപ്പെട്ട ആശയങ്ങളെന്ന്. ഈ സുവിശേഷ പഠനം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്ലാസ്സുകളല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് ഈ സുവിശേഷ ഗ്രന്ഥം തന്നെ പല ആവർത്തി വായിക്കുക, ധ്യാനിക്കുക എന്നുള്ളത്. കാരണം
വൈദികരോ അധ്യാപകരോ അല്ല പഠിപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് കർത്താവിന്റെ സുവിശേഷം നമുക്ക് വ്യാഖ്യാനിച്ചു തരേണ്ടത്. അവിടെ ആത്മാവിന്റെ വെളിച്ചത്തിലിരുന്ന് ഈ സുവിശേഷ ഗ്രന്ഥം വായിക്കുകയോ കാണപ്പെട്ട് പഠിക്കുകയോ മാത്രമല്ല ചെയ്യേണ്ടത്, അവ ധ്യാനിക്കാനും സുവിശേഷത്തിലുള്ള യേശുവിനെ സ്വന്തം ജീവിതത്തിലേക്ക് വരച്ചു വെക്കാനും നമുക്ക് സാധിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ.